ഒരു കാലത്ത് IPL-ലെ ഏറ്റവും മോശം പ്രകടനമെന്ന പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് രോഹിത് ശർമ്മ. 2010കളുടെ അവസാനത്തിന് ശേഷം IPL-ൽ ബാറ്റുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഓരോ സീസണിലും 300 മുതൽ 400 റൺസിലൊതുങ്ങിയ ആ പ്രകടനങ്ങളെ പലരും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കേവലം അവനൊരു മികച്ച IPL കളിക്കാരനല്ല എന്നിവരെ അവർ യാതൊരു ദയവുമില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് കൊൽക്കത്തക്കെതിരെ കളത്തിൽ കണ്ടത് ആ പഴയ രോഹിത് ശർമ്മയല്ല. ഇത് തീർത്തും മറ്റൊരു അവതാരമാണ്. കഠിനാധ്വാനത്തിലൂടെ 15 കിലോയോളം ഭാരം കുറച്ച് പൂർണ്ണ ആരോഗ്യവാനായി എത്തിയ ഹിറ്റ്മാൻ 3.0. തന്നെ എഴുതിത്തള്ളിയ വിമർശകരുടെ വാഴയടിപ്പിക്കാൻ ഇതിലും മികച്ചൊരു തിരിച്ചുവരവ് ഇനിയില്ല. ഫിറ്റ്നസിന്റെ കാര്യത്തിലും ഫോമിന്റെ കാര്യത്തിലും അദ്ദേഹം ഇപ്പോൾ തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള ഇന്നത്തെ മത്സരം IPL ചരിത്രത്തിലെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. ലോക 1 നമ്പർ T20 ബോളറായ വരുൺ ചക്രവർത്തി പന്തെറിയാനെത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ പലരും രോഹിതിന്റെ വിക്കറ്റ് വീഴുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ആ ഓവറിൽ 15 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചെടുത്തത്. അതിൽ ആ രണ്ടാമത്തെ ഇൻസൈഡ് ഔട്ട് സിക്സറൊക്കെ ഒരു കവിതാ തുല്യമായ കാഴ്ചയായിരുന്നു. ഒരു കാലത്ത് പതറിയ ബാറ്റിൽ നിന്നും അതിമനോഹരമായ ഷോട്ടുകൾ പിറന്നപ്പോൾ ആരാധകർ ആവേശ കൊടുമുടിയിലായി. അത്ഭുതങ്ങൾ അവിടെയും തീർന്നില്ലായിരുന്നു. വൈഭവിനെതിരെ നേടിയ ആ നോ ലുക്ക് 6 രോഹിതിന്റെ ആത്മവിശ്വാസത്തിന്റെയും മാസ്മരികതയുടെയും പ്രതീകമായിരുന്നു. വെറും 23 പന്തിൽ നിന്നാണ് അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. വാങ്കഡയോ ഈഡനോ ഏതുമാകട്ടെ, സ്റ്റേഡിയം മുഴുവൻ ആ ക്രിക്കറ്റ് ഇതിഹാസത്തെ നോക്കി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇത് വെറുമൊരു വെടിക്കെട്ടല്ല, തന്നെ പരിഹസിച്ചവർക്കും കഴിവിനെ ചോദ്യം ചെയ്തവർക്കുമുള്ള ഏറ്റവും മികച്ച മറുപടിയാണ്. ഹിറ്റ്മാന്റെ ഈ സംഹാര താണ്ഡവം ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല.